ഫോണിൽ കുഞ്ഞിരാമൻ എന്ന് കണ്ടപ്പോഴേ ആർച്ച അതുമെടുത്ത് രാമചന്ദ്രന്റെ അടുത്തേക്ക് ഓടി. ഭരത്ത് പോയതിന്റെ വിഷമത്തിൽ പത്രം കൈകൊണ്ടുപോലും തൊടാതിരിക്കുകയാണ് രാമചന്ദ്രൻ. കൈയടക്ക് വിറക്കുന്നുണ്ടോ എന്ന സംശയം ഇല്ലാതില്ല. രാമചന്ദ്രന്റെ ചെവിയിലേക്ക് അവൾ ഫോൺ വെച്ച് കൊടുത്തു. ഉണ്ണിയാർച്ചേ! ആദ്യത്തെ അലർച്ചയിൽ രാമചന്ദ്രന്റെ ചെവി ബീപ് ശബ്ദമിട്ടു. പുറകെ വന്ന ഭീഷണിയൊന്നും പുള്ളിക്കാരൻ കേട്ടില്ല. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു എന്ന അവസ്ഥയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഫോൺ കട്ടായതൊന്നും അറിയാതെ മിഴിച്ചിരിക്കുന്ന രാമചന്ദ്രന്റെ അടുത്തേക്ക് ആർച്ച പതിയെ ചെന്നു. ഫോൺ തിരികെ വാങ്ങിയതുപോലെ രാമചന്ദ്രൻ അറിഞ്ഞില്ല. ആർച്ച പതിയെ തട്ടി വിളിച്ച്. രാമചന്ദ്രൻ അവളിൽ നിന്ന് മിഴിച്ചു നോക്കി തലകുടഞ്ഞു. എന്തോ ഒപ്പിച്ചു വെച്ചല്ലേ? മുഖം കൂർപ്പിച്ച് സംശയത്തോടെ ചോദിച്ച് രാമചന്ദ്രൻ. ആർച്ച കണ്ണി ചിമ്മി ചിരിച്ചു. ഒരു ലവ് ലെറ്റർ കൊടുത്തതാ. അയാളുടെ കവിളിൽ പിച്ചി അവൾ കണ്ണി ചിമ്മി ചിരിച്ചു. ഒരു ലവ് ലെറ്റർ കൊടുത്തതിനാണോ? രാമചന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. ആ ലവ് ലെറ്റർ കൊടുത്ത ചട്ടിയിലാണെന്നേ ഉള്ളൂ. കാപ്പി എടുത്തു വന്ന പത്മ ചിരിയോടെ പറഞ്ഞു. എടി ഭയങ്കരി. അയാൾ താടിക്ക് കൈയും കൊടുത്തിരുന്നു പോയി. ഇടം കണ്ണിട്ട് തന്നെ നോക്കിയിരിക്കുന്ന ആർച്ചയെ കണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. എന്തായാലും സൂക്ഷിച്ചോ, നിനക്ക് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. രാമചന്ദ്രൻ അവളുടെ തലയിൽ കൊട്ടി. അവൾ തല തടവിക്കൊണ്ട് ചിരിച്ചു. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ എതിർവശത്ത് നിന്ന് നടന്നു വരുന്നവരെ കണ്ട ആർച്ചയെ നോക്കി. കാവ്യം കിച്ചു. ഏതെങ്കിലും ബന്ധുവീട്ടിൽ പോയി വരുന്നതാവണം. ആർച്ച അവരെ ഗൗനിക്കാതെ മുന്നോട്ട് നടന്നു. ആരു ചേച്ചി? കാവ്യ വിളിക്കുന്നിട്ട് അവൾ നോക്കി. ചിരിയോടെ അടുത്തേക്ക് വരുന്നുണ്ട്. സുഖാണ് ചേച്ചി? ആർച്ച അവളെ നോക്കി. നേരത്തെ ചിരിയോടെ പതിയെ തലയാട്ടി. ചേച്ചിയുടെ പ്രോഗ്രാം കാണാറുണ്ട് കേട്ടോ, അടിപൊളിയാ. ആർച്ച അവളുടെ കവിളിൽ തലോടി. കിച്ചുവിന്റെ മുഖത്ത് ഒരു അസ്വസ്ഥ ഉണ്ടെന്ന് അവൾക്ക് തോന്നി. തന്നെ നോക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പഠിത്തം? ആർച്ച ചോദ്യഭാഗത്തിൽ അവൾ നോക്കി. നടക്കുന്നുണ്ട്. വിവാഹം കൊണ്ട് ആകെ ഉണ്ടായ ഒരു ഗുണം കുറച്ച് തിരിച്ചറിവുണ്ടായി എന്നാണ് ചേച്ചി. അതുകൊണ്ട് ഇനി പഠിത്തത്തിൽ സീരിയസ് തന്നെയാ. മുമ്പ് അവൾക്കുണ്ടായിരുന്ന കുട്ടിത്തത്തിൽ നിന്ന് വളരെ വേഗം അവൾക്ക് പക്വത വന്നെന്ന് തോന്നി ആർച്ചയ്ക്ക്. ഒരു ഫൈറ്റ് ഒഴിവാക്കാൻ മുമ്പേ കൂട്ടുകൂടിയ നന്നായി അല്ലേ ചേച്ചി? കുസൃതിയോടെ കാവ്യ ചോദിക്കുന്ന കേട്ട് ആർച്ച മിഴികൾ കുറുക്കി അവളെ നോക്കി. അല്ല, ചേച്ചിയെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കെട്ടിയവന്റെ എക്സിലവറിനെ കാണുമ്പോൾ തോന്നാനിടയുള്ള ആ കുശുമ്പങ്ങ് ഒഴിവായി. വളരെ ഗൗരവത്തോടെ പറയുന്നേട്ട് ആർച്ച ചിരിച്ചുപോയി. രണ്ടുപേരും സംസാരിക്കുന്ന കണ്ട് കിച്ചു നിന്ന് പുകഞ്ഞു. കുന്തിരിക്കാൻ പോലും ഇങ്ങനെ പുകയില്ല. അജാതി പുകച്ചില്. പോട്ടെ ചേച്ചി, ഇല്ലെങ്കിൽ അങ്ങേരിന്ന് പുകഞ്ഞ് തീരും. ആർച്ച തലയാട്ടി കിച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു. അവളേക്കാൾ മേടിച്ചത് കാണുമ്പോൾ ഉപേക്ഷിച്ച് പോകാൻ തോന്നുമ്പോൾ പറഞ്ഞു പറ്റിച്ച് പോകാൻ നിൽക്കണ്ട. തുറന്ന് സംസാരിച്ച് മാനിയായിട്ട് പിരിയാനുള്ള വഴികൾ നിലവിലുണ്ട്. കിച്ചുവിന്റെ മുഖം കുനിഞ്ഞു. അവളുടെ മുഖത്ത് പോലും നോക്കാതെ അവൻ നടന്നു നീങ്ങി. നഷ്ടബോധം, നാണക്കേട് ഒന്നുമല്ലെന്ന് താൻ താരതമ്യം ചെയ്ത് ഉപേക്ഷിച്ചവൾ ഉയർന്നു വരുന്നതിന്റെ അസ്വസ്ഥത. അതിൻ്റെ കൂടെ മുഖത്തടിക്കുന്ന പോലെ അവളുടെ വാക്കുകളും. മനസ്സിൽ വല്ലാത്തൊരു ഭാരം തോന്നി അവന്. ഒന്നും വേണ്ടായിരുന്നു എന്ന ചിന്ത. പോയ ബുദ്ധി ബുൾഡോസർ കെട്ടി വലിച്ചാലും തിരിച്ചിട്ടില്ലെന്ന് കിച്ചുവിന് അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലായി തുടങ്ങി. വിവാഹം കഴിഞ്ഞ് അന്നായിരുന്നു അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ അവസാന ദിവസം. ബ്രിട്ടീഷുകാരുടെ റോൾ അമ്മാവൻ ഭംഗിയായി ചെയ്യുന്നുണ്ട്. കിച്ചു ഇപ്പോൾ കലേഷിന്റെ അടിമയായിട്ട് വരും. ഷോപ്പിന്റെ കാര്യം സന്തോഷം പൂർണ്ണമായി കിച്ചുവിനെ ഏൽപ്പിച്ചതോടെ അതിലും കലേഷ് കയറി ഇടപെടാൻ തുടങ്ങി. കവിതയോട് പണ്ട് മുതൽ ഇത്തിരി കുശുമ്പുള്ള കാവ്യയുടെ അമ്മയും കിട്ടിയ അവസരം അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സന്തോഷാണെങ്കിൽ സ്വന്തം വീട്ടിൽ മറ്റൊരാൾ വന്ന് നിയന്ത്രിക്കുന്നതിന്റെ അമർഷത്തിലുമാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കലേഷിന്റെ കാറുണ്ടതും അവന്റെ മുഖമിരുണ്ടു. ചവിട്ടിക്കൊലിക്ക് അവൻ ഉള്ളിലേക്ക് കയറി. വന്നോ? കലേഷ് അവനെ കണ്ട് എഴുന്നേറ്റു. സുഖല്ലേ മോളെ? കാവ്യയുടെ അമ്മ അടുത്തേക്ക് ചെന്നു. പിന്നെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ വീടല്ലേ അമ്മേ നമ്മുടെ ലോകം. ഭർത്താവും വീട്ടുകാരും കൺകണ്ട ദൈവങ്ങളും. താലി 7 ജന്മത്തിലേക്കുള്ള ബന്ധനം. ഭർത്താവിനെ പൂവിട്ട് പൂജിക്കണം. എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അമ്മേ. രാവിലെ പൂവ് കിട്ടിയില്ല, പകരം ചന്ദനത്തിരി വെച്ച് ഒഴിഞ്ഞു. പോരെ അമ്മേ? സന്തോഷിച്ച് ചിരി അടക്കി പിടിച്ചിരുന്നു. കിച്ചു കണ്ണുതള്ളി നോക്കി നിന്നു. രാവിലെ ഉണ്ടായ വഴക്കിനിടയിൽ എടിയെന്ന് വിളിച്ചതിന് പോടാ പട്ടി എന്ന് വിളിച്ചുകൊണ്ട് പോയ ആളാണ്. അത് പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടേ, അതാ. കാവ്യയുടെ അമ്മ ജാളി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. സന്തോഷ് പതിയെ തലയാട്ടി. ദിവസവും അവൾ ഇന്നും വീട്ടിൽ കൺകണ്ട ദൈവങ്ങളെ പൂജിക്കുന്ന അവസ്ഥയോർത്ത് നിൽക്കുകയായിരുന്നു കവിത. ഭീകരം. നീ വാ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കലേഷ് കിച്ചിനെ വിളിച്ചു. അവൻ സന്തോഷിനെ നോക്കി. അതൃപ്തി മുഖത്ത് തെളിഞ്ഞു കാണാം. മുമ്പ് തന്നെ തന്റെയും കീർത്തിയുടെയും ജീവിതത്തിൽ അമിതമായി ഇടപെടുന്നത് അച്ഛൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് കരുതി മാത്രം നിശബ്ദത പാലിക്കുന്നതാണ്. ഞാനൊന്ന് വേഷം മാറി വരാം. അവൻ മുറിയിലേക്ക് നടന്നു. പുറകെ കാവ്യയും എത്തി. കാര്യന്റെ അച്ഛൻ തന്നെയാണ്. ഇത്തിരി ദുരഭിമാന ആവശ്യത്തിൽ കൂടുതൽ വാശി. ചെയ്യുന്ന മുഴുവൻ പൊട്ടത്തിലാണെങ്കിലും ഒരിക്കലും സമ്മതിച്ചു തരാത്ത ആ മനസ്സ്. എല്ലാവരെയും അടക്കി ഭരിക്കാനുള്ള വെറും ത്വര. ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുന്ന സ്വന്തം ജീവിത ആവശ്യത്തിന് ഉപദേശം തന്നെ കിച്ചുവേണ്ട അച്ഛൻ തന്നെയുണ്ട്. ഞാനൊക്കെ അച്ഛൻ്റെ അടിമയായിരുന്നു. അതിനൊക്കെ നിഷേധിക്കാനുള്ള ഒരു വാശിയായിരുന്നു മനസ്സിൽ.
കണ്ട കഥയൊക്കെ വായിച്ച് വിവാഹം കഴിഞ്ഞ കൈവളിയിൽ കൊണ്ടുനടക്കുന്ന ഭർത്താവിനെയും സ്വപ്നം കണ്ട് നടന്നു. ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് കഥയുള്ള ജീവിതം എന്ന്. ഹോ, കാവ്യ തലകുടഞ്ഞു. അല്ലെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ചിന്താശേഷിയും ബുദ്ധിയില്ലാത്ത ആളെന്നുള്ള കിച്ചുവേട്ടൻ ഈ വാശിയും തോറ്റുപോയി എന്നുള്ള ചിന്തയും ഈഗയൊക്കെ വിട്ട് മനസ്സിരുത്തി ആലോചിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ആ ഡയലോഗിൽ കിച്ചു വാപൊളിച്ചു നിന്നു. അബദ്ധങ്ങളല്ലാതെ അവൾ വേറെ ഒന്നും കാര്യമായി പറയാറില്ലെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. അതാണിപ്പോൾ തെറ്റിയത്. മുഴുവൻ എൻ്റെ ഡയലോഗൊന്നുമല്ല, ആദ്യത്തെ മാത്രമേ എൻ്റെ ഉള്ളൂ. അവസാനം പറഞ്ഞ ആര് ചേച്ചി പറയാൻ ഏൽപ്പിച്ച. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ജീവിതം ഒരു പരാജയമാണെങ്കിൽ പോലും അതിൻ്റെ പഴി അറിഞ്ഞോ അറിയാതെ ചെന്ന് വീഴുന്ന അവരിലായിരിക്കും. അതുകൊണ്ട് മാത്രം എന്ന് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു. പിന്നെ ഇപ്പം ഇതിവിടെ ഉപകാരപ്പെടും തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. കാവ്യ വാഷ്റൂമിലേക്ക് കയറിപ്പോയി. എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകി കിച്ചു താഴേക്കും ചെന്നു. കിച്ചു വന്നേ. കലേഷ് അവനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി. എന്താ മാമ? കിച്ചു, ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് നീ ആ ഓർഡർ കൊടുത്തില്ലല്ലോ, അതെന്താ? അധികാരഭാഗത്തിലുള്ള ചോദ്യം തന്നെ കിച്ചുവിനെ അലോസരപ്പെടുത്തി. ഞാനത് നോക്കിയതാ മാമ, അവിടെ മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതല്ല, അത് ശരിയാവില്ല. അവൻ പതിയെ പറഞ്ഞു. അതിനെന്താടാ, ആരാ ഇപ്പൊ ക്വാളിറ്റിയൊക്കെ നോക്കി വാങ്ങുന്നത്? അവർക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയി. എന്റെ സുഹൃത്താവൻ, ഞാൻ പറയുന്നത് കേട്ടാ മതി നീ. അവസാനം വാക്കുന്ന പോലെ അയാൾ പറഞ്ഞു. കിച്ചു ഒന്ന് ചിരിച്ചു പതിയെ ഉള്ളിലേക്ക് നടന്നു. പൊരികൻ ചുളിച്ചുകൊണ്ട് പുറകെ കലേഷും. അച്ഛാ വിളിക്കുന്ന കേട്ട് സന്തോഷം അല്പം അമ്പരപ്പോടെ കിച്ചുവിനെ നോക്കി. വിവാഹത്തിന് ശേഷം രണ്ടുപേരും നമ്മൾ സംസാരിച്ചിരുന്നില്ല. അച്ഛാ കടയിലേക്ക് മെറ്റീരിയൽ എടുക്കണം, നമ്മുടെ സ്ഥിരം സപ്ലൈനെ മാറ്റാനാ മാമൻ പറയുന്നു. കിച്ചു പറഞ്ഞിട്ട് സന്തോഷം മുഖം ചുളിച്ചു. ഇപ്പൊ അവരെ മാറ്റേണ്ട ആവശ്യം എന്താ? അയാൾ കലേഷിനെ നോക്കി. അല്ലളിയാ, ഞാൻ പറഞ്ഞ ആൾ വിഷുവിന് എന്റെ സുഹൃത്താ, നമുക്ക് ലാഭത്തിലെടുക്കാം. സന്തോഷ് കിച്ചുവിനെ നോക്കി. ഞാൻ ചെക്ക് ചെയ്തു അച്ഛാ, അവിടെ മെറ്റീരിയൽസ് ക്വാളിറ്റി കുറവാ, നമ്മുടെ സ്ഥിരം സപ്ലൈസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ്. എനിക്കതിനോട് യോജിപ്പില്ല. കിച്ചു അവന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. കേട്ടല്ലോ അളിയാ, ഞാൻ കൂടുതൽ എന്തു പറയാനാ? കലേഷ് എല്ലാവരെയും നോക്കി. കീർത്തിയും കവിത അവർ സംസാരിക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. കാവ്യ അവർ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിലൊന്നും ശ്രദ്ധിക്കാത്ത പോലെ നെയിൽ പോളിഷ് ചുരണ്ടി നിൽക്കുന്നുണ്ട്. അല്ലളിയാ, ക്വാളിറ്റി ഒക്കെ ആരാ നോക്കുന്നത്? നമുക്ക് ലാഭം നോക്കിയാ പോരെ? ഇതാവുമ്പോ. പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുമ്പ് സന്തോഷ് കൈയുയർത്തി ആളെ തടഞ്ഞു. ആൾക്കാരോട് കാശും വാങ്ങി ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലും വാങ്ങി വീട് വെച്ച് കൊടുക്കുന്നതേ അളിയനൊരു പ്രശ്നമില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമാണ്. എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച കടയാണ്, ഒരു മോശം ഇതുവരെ ആരെക്കൊണ്ടും പറയിപ്പിച്ചിട്ടില്ല, അവിടെ ജോലി ചെയ്യുന്നവരെ കൊണ്ട് പോലും. സന്തോഷം ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. കലേഷിന്റെ മുഖം വിളറി. കേട്ടല്ലോ കവിയും പറയുന്നു, എനിക്ക് ഇത് തന്നെ വേണം, നിങ്ങൾക്കൊരു നല്ല വരട്ടെന്ന് കരുതിയാ ഞാൻ. ഒന്നുമില്ല, എന്റെ മോള് ജീവിക്കുന്ന ഇവിടെ അല്ലേ? കലേഷ് കവിതയോട് രോഷം കണ്ടു. കവിത ആരുടെ ഭാഗം പറയുന്നറിയാതെ പരിങ്ങി. അയ്യോ, അപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ വന്നപ്പോ അച്ഛനും വിശ്വനങ്ങളും തമ്മിൽ സംസാരിക്കുമ്പോ അങ്കിളുടെ ഗാർമെന്റ്സ് അല്പം നഷ്ടത്തിലാണ്, സഹായിച്ച അച്ഛനും കമ്മീഷൻ തരാന്ന് പറഞ്ഞു കേട്ടല്ലോ, അത് വെറുതെ ആയിരുന്നോ? കാര്യമായി ആലോചിക്കുന്ന ഭാവമിട്ട് കാവ്യ ചോദിച്ചു. കലേഷിന്റെ മുഖം വിളറി. സന്തോഷം അയാളെ തുറച്ചു നോക്കി. പിന്നെ കിച്ചു, ഞാൻ വരയ്ക്കുന്ന വരയിൽ നിൽക്കൂ, ആ ടെക്സ്റ്റൈൽസിന്റെ കയ്യിലിരിക്കണമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കാതെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കച്ചോ, കാവ്യ ആവേശത്തോടെ പറഞ്ഞു. കലേഷ് ചാടി എഴുന്നേറ്റ് കാവ്യ നോക്കി പല്ലടിച്ച് അയാൾ പുറത്തേക്ക് നടന്നു. കാവ്യയുടെ അമ്മ പുറകെ ഓടി. വീട്ടിലൊരു ആറ്റം ബോംബെടുത്ത് പൊട്ടിച്ച് കാവ്യ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ നിന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ വരുന്ന ചിരിയലകളൊന്ന് ശാന്തമാകുന്നവരെ ആർച്ച നേരത്തെ ചിരിയോടെ കാത്തു നിന്നു. 8 വർഷങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ. ചാനലിലെ പ്രോഗ്രാമിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഔട്ടായെങ്കിലും ആർച്ച ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എഴുതിയ ആർച്ചയുടെ 2-3 കഥകൾ വായിച്ചതിന് ശേഷം എബിനാണ് ആർച്ചയോട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. PG കഴിഞ്ഞതിന് ശേഷം ആർച്ച സ്ക്രീൻ റൈറ്റിംഗ് കോഴ്സിന് അപേക്ഷിച്ചു. കോഴ്സ് കഴിഞ്ഞ ശേഷം എബിന്റെ കൂടെ തന്നെ അസിസ്റ്റന്റായി ജോയിൻ ചെയ്തു. ആയിടക്കാണ് പ്രമുഖ ചാനലിൽ നിന്ന് ടോക്ക് ഷോ ചെയ്യാനുള്ള അവസരം ലഭിച്ചത്. ടോക്ക് വിത്ത് AK എന്ന ഷോ ആർച്ചയുടെ അവതരണ ശൈലി കൊണ്ട് വളരെ വേഗം ശ്രദ്ധയാകർഷിച്ചു. ഇപ്പൊ എബിന്റെ കൂടെ പുതിയ സിനിമകളുടെ ചർച്ചകളിലാണ് ആർച്ച. അതിനിടയിലാണ് കോളേജിൽ റീയൂണിയൻ സംഘടിപ്പിച്ചത്. ചാണകാഭിഷേകം കഥ ഹിറ്റായാലും ആരു? വിവേക് വിളിച്ചു ചോദിക്കുന്ന കേട്ട് എല്ലാവരും ചിരിച്ചു. വിവേക് സ്കൂൾ അധ്യാപകനാണ് ഇപ്പോൾ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ ഇപ്പോഴും പറപ്പിച്ച് നടക്കുന്നുണ്ട്. അതിലല്ലേ മോനെ പിടിച്ചു നിൽക്കുന്നത്? ആർച്ച അതേ ടോണിൽ ഉത്തരം നൽകി. ആര്? ആർച്ചയുടെ കോമഡി കൂടിപ്പോയതുകൊണ്ട് കരച്ചിൽ വരുന്നൊരു ശ്രുതി കേട്ടല്ലോ. നീതു. ആർച്ച അവളെ നോക്കി നന്നായി പല്ലെറിഞ്ഞു. ശ്രുതി മാത്രമല്ല, അതിന്റെ കൂടെ സംഗതിയും താളവും ടെമ്പോയും ലയവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നിങ്ങളാരും കേൾക്കാത്തതുകൊണ്ടാ. അവൾ കണ്ണു ചിമ്മി ചിരിച്ചു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണുള്ള അവസ്ഥ എന്ന് നിന്നെ നോക്കി പറയേണ്ടി വരുന്നില്ല ജിജോ മോനെ. ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. അടുത്ത കൂട്ടുശിരി ഉയർന്നു. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങി. ചിരി അടങ്ങിയതോടെ കമന്റ് ഉയർന്നു. അതിൽ ആർച്ചയും ചിരിച്ചുപോയി. ലിജോ തൽക്കാലത്തേക്ക് അടങ്ങി. അല്ലണ, മുമ്പത്തെ ആരുവാണെങ്കിൽ ഇതിനൊക്കെ അപ്പം തന്നെ പ്രതികരിക്കും. എങ്ങനെ ഇപ്പൊ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നു? കൂട്ടുകാരുടെ ആ ചോദ്യത്തിന് അവളും ചിരിച്ചു. ക്യാമറയൊന്നും ഇല്ലല്ലോ അല്ലേ? അവൾ ചുറ്റും നോക്കി. നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ആരെങ്കിലും വന്ന് നമ്മൾ ചൊറി,
അപ്പം മനസ്സിൽ തോന്നുന്ന ചിന്ത എന്താണെന്നോ, ഇതിനെ കാലിവാരി കലി തീരുന്നവരെ നിലത്തിച്ചാറിനെ പിന്നെ അടിച്ചാലോ എന്ന്. പക്ഷെ ഒന്നും ചെയ്യില്ല. അർഹിക്കുന്ന അവജ്ഞയോടെ അങ്ങോട്ട് തള്ളിക്കളയും. ആർച്ച ചുമൽ കൂച്ചി കൈമലത്തി കാണിച്ചു. സദസ്സിൽ വീണ് ചിരി ഉയർന്നു. ചട്ടിയിൽ കൊടുത്ത ലവ് ലെറ്ററിന് മറുപടി കിട്ടിയില്ല ആരും. ലാസ്റ്റ് പ്രോഗ്രാമിൽ ഈ കഥ പറഞ്ഞപ്പോൾ തൊട്ട് കാത്തിരിക്കുന്ന ഇതൊന്ന് ചോദിക്കാൻ. മുൻനിരയിലിരുന്ന് അഭിഷേക് വിളിച്ചു ചോദിച്ചു. സ്ഥലം MLA ആണ് അഭിഷേക്. ഇപ്പോൾ ശ്രദ്ധേയമായ യുവജന നായകൻ. ആർച്ചയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം എത്തിയതാണ് ആള്. ആ ചട്ടിയിൽ റോസിട്ട് വളർത്തി തിരികെ തന്നു. വീട്ടിലുണ്ട്, വന്നോ കാണിച്ചു തരാം. പുള്ളിയുടെ താജ്മഹൽ അത്. ആർച്ച ചിരിച്ചു. വലുതെന്തെങ്കിലും പ്രതീക്ഷിച്ചു. പക്ഷെ ഇത്രയായിട്ട് നിന്റെ കുഞ്ഞിരാമന്റെ ഒരു വിവരം പോലും പുറത്തില്ല. ഭരത് രാമചന്ദ്രന്റെ ഒരു വിവരമില്ല. തന്റെ ക്ലോസ് ഫ്രണ്ട്സിന് പോലും US കക്ഷിക്ക് ജോലി എന്നല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഇന്നെങ്കിലും ആളെയൊന്നും പരിചയപ്പെടുത്താടോ. അല്പം കളിയായും കാര്യമായും അഭിഷേക് പറഞ്ഞു. ആർച്ച ചിരിയോടെ തലകുനിച്ചു. കുഞ്ഞിരാമനെ മിക്കവർക്കും അറിയാം. പേര് ഭരത് രാമചന്ദ്രൻ എന്നല്ലേ ഉള്ളൂ. എല്ലാവരും പരസ്പരം നോക്കി. അതാരാ? കോറസായി ശബ്ദമുയർന്നു. ഇപ്പൊ വൈറലായ കോമിക് ആനിമേഷൻ വീഡിയോ ഉണ്ണിയാർച്ച സൃഷ്ടിച്ച വ്യക്തി. സദസ്സിലെല്ലാവരും പരസ്പരം സംസാരിക്കുന്ന ശബ്ദമുയർന്നു. ഭരത് ആനിമേറ്ററാ. ഇപ്പൊ ഒരു US ബേസ്ഡ് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ആർച്ച പറഞ്ഞു നിർത്തി. ചുറ്റും കയ്യടി ഉയർന്നു. ചിരിച്ചും ചിരിപ്പിച്ചും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ പുറകിൽ തന്നെ മാത്രം നോക്കിയിരിക്കുന്ന കീർത്തി അവൾ ശ്രദ്ധിച്ചു. പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടു. പുറകിലെ ഡോറയിൽ നിന്ന് വേഗത്തിൽ നടന്നകലുന്ന കീർത്തി. ആ വഴിയെ അവളൊന്ന് നോക്കി നിന്നു. ഇനിയും ക്ഷമിക്കാൻ സാധിക്കുന്നില്ല ആരും. ഈ ശത്രുത വേണോ? തൊട്ടടുത്തുനിന്ന് വിവേകിന്റെ ശബ്ദം കേട്ടതും ആർച്ച തിരിഞ്ഞു നോക്കി. ഭാര്യയ്ക്ക് വേണ്ടിയുള്ള വക്കാലത്താണോ? അവൾ ചിരിയോടെ ചോദിച്ചു. വക്കാലത്ത് പറയാൻ ഞാനല്ലല്ലോ, നീയല്ലേ. അവളുടെ അച്ഛനെ കൺവീൻസ് ചെയ്ത് ഞാനുള്ള വിവാഹത്തിന് സമ്മതിപ്പിച്ച് നീയാണെന്ന് എന്നെ പോലെ അവൾക്കും അറിയാം. കുഞ്ഞിനെ പോലും വിളിക്കും, സംസാരിക്കും, ഗിഫ്റ്റ് അയക്കും. ഇത്രയൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ? അവൻ നേരത്തെ ചിരിയോടെ ചോദിച്ചു. എൻ്റെ പൊന്നു കുഞ്ഞെ, അവളുടെ വിവാഹം വൈകിയപ്പോൾ അതിൻ്റെ പഴി എല്ലാവരും വെച്ചെന്ന് എൻ്റെ തലയിലാണ്. ഞാൻ അവളോട് സംസാരിച്ചിട്ട് പോലും വർഷങ്ങൾ കഴിഞ്ഞെന്ന് ഓർക്കണം. എന്നിട്ടും അത് എൻ്റെ തലയിൽ. ഇതിങ്ങനെ ചുമന്ന് നടക്കാൻ ഞാൻ കർത്താവുന്നില്ലല്ലോ. ഫ്രീ ആയി കിട്ടിയ ആ കിരീടം ചുമന്ന് നടക്കുന്നതിനിടയില്ല നീ മാലാഖിനെ പോലെ എൻ്റെ മുമ്പിൽ വരുന്നു. അങ്ങനെ ആ മുൾക്കിരീടം ഞാൻ എൻ്റെ തലയിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അതിൻ്റെ ഒരു കടപ്പാട് എന്നും എനിക്ക് നിന്നോടുണ്ടാവും. ആർച്ച വളരെ കാര്യമായി പറഞ്ഞു. വിവേക് വാപൊളിച്ച് നിന്നു. ഭീകരി, വെറും ആത്മകഥ. പിന്നെ കുഞ്ഞ്, അത് നിന്റെയും കൂടെ മോനാണ് വിവി. അവളോട് ശത്രുതയൊന്നുമില്ല. ഇനി ഞാൻ വന്ന് അവളോട് സംസാരിച്ചാലും ഒരിക്കലും മായ്ക്കാൻ സാധിക്കാത്തൊരു കരട് ഉള്ളിലിങ്ങനെ കിടക്കും. ഇതിലെ വിഷമം അപ്പോഴായിരിക്കും. അതിലും നല്ല ഇത് തന്നെയാണ്. അവൻ്റെ ചുമരിലും തട്ടി ആർച്ച മറ്റുള്ളവരുടെ അടുത്തേക്ക് നീങ്ങി. സംസാരവും പാർട്ടിയും കഴിഞ്ഞ് വൈകുന്നേരമാണ് ആർച്ച വീട്ടിലെത്തിയത്. ആദ്യം വാടകയ്ക്ക് താമസിച്ച വീട് ഉടമസ്ഥൻ വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ശരത്തും ഭരത്തും അതങ്ങ് വാങ്ങി. ഉള്ളിലേക്ക് കയറുമ്പോൾ കിച്ചുവിന്റെ വീട്ടിലേക്കൊന്ന് പാളി നോക്കി. എത്ര നോക്കേണ്ടെന്ന് പറഞ്ഞാലും ബ്ലഡി മനസ്സ് കൃത്യമായി കാലുവാരും. കിച്ചുവും കാവ്യയും കൂടെയാണ് ഇപ്പോൾ ഷോപ്പ് നടത്തുന്നത്. ഷോപ്പ് വിപുലീകരിച്ച കൂടാതെ ഒരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്തായാലും കാവ്യ കിച്ചുവിന്റെ ഭാഗ്യനക്ഷത്രമാണെന്നാണ് അവന്റെ വിശ്വാസം. അവള് വന്നതിന് ശേഷം ബിസിനസ് വളർന്നു എന്നൊക്കെയാണ് ചിന്ത. ഭാഗ്യത്തിൽ വിശ്വസിച്ചാലും കഴിവിൽ വിശ്വസിക്കരുത്. ചെല്ല് രാവിലെ കൂടെ കൊണ്ടുപോകാത്തതിന് പരിഭവം പറഞ്ഞിരിക്കുന്നുണ്ട്. പത്രത്തിനുള്ളിൽ നിന്ന് അശരീരി വന്നോടെ ആർച്ച തല മാത്രം അല്പം വീടിനുള്ളിലേക്ക് ഇട്ട് ചുറ്റും കണ്ണോടിച്ചു. അവിദ്യല്ല ഈ വിദ്യ. സ്റ്റെയർ കേസിൽ നിന്ന് കേട്ട ശബ്ദത്തിന്റെ ഉറവിടത്ത് നോക്കി ആർച്ച പല്ലിളിച്ച് കാണിച്ചു. വിസ്മയ, ശരത്തിന്റെയും ഗ്രീഷ്മയുടെയും 3.5 വയസ്സുകാരി മകൾ വിച്ചു. ഉഞ്ഞാച്ചിഞ്ഞ പറ്റിച്ചു. വളരെ ആത്മാർത്ഥതയോടുള്ള സങ്കടം പറച്ചിൽ കേട്ട് ആർച്ചയ്ക്ക് ചിരി വന്നു. കുഞ്ഞിലെ ഭരത്ത് ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞു കൊടുത്ത് അവൾക്ക് വിളിക്കാനുള്ള സൗകര്യത്തിന് സ്വയം ചുരുക്കിയെടുത്താണ് ഉന്നാച്ച. കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ പോയതും ഇനി അത് വിളിച്ച് കഞ്ഞിരാമൻ എന്നോ മറ്റോ ആയ അഭിമാൻ കാറ്റിൽ പറക്കുന്നുള്ളതുകൊണ്ട് ഭരത്ത് ആർച്ചയുടെ കാലിൽ വീണു. അതിന് ആർച്ച ചോദിച്ച ഹിമാലയത്തിലേക്ക് ഒരു ട്രിപ്പാണ്. അച്ചമ്മയുടെ ആധാരം കിട്ടിയില്ലെങ്കിൽ എന്താ, ഇനി അവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പണി തരാനാണെന്ന് ഭരത്തിന് സംശയമില്ലാതില്ല. അവൾ പത്മയെ നോക്കി. പത്മ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന മട്ടിൽ കൈമലർത്തി. ആര് പറഞ്ഞു? ചെരീച്ചും പറഞ്ഞു ഉന്നാച്ച അക്രീമി തിന്നാൻ പോയിന്ന്. ആർച്ചയെ പറയാൻ സമ്മതിക്കാതെ വിച്ച് ഓർത്തെടുത്ത് പറയുന്ന കേട്ടതും ആർച്ച മുകളിലേക്ക് നോക്കി പല്ലുകടിച്ചു. പാര വെച്ചിട്ട് മുങ്ങിയതാ കുഞ്ഞിരാമൻ. അവൾ പിറുപിറുത്തു. അച്ചോരാ, ഉന്നാച്ചയുടെ മുത്തിനെ കൂട്ടാതെ ഉന്നാച്ച ഐസ്ക്രീം കഴിക്കുവോ നോക്കി. ഇപ്പൊ ഇത് ഐസ്ക്രീം 4 കവിളിൽ നിന്ന് വലിച്ച് ബാഗിൽ നിന്ന് ഡയറി മിൽക്ക് എടുത്ത് കൊടുത്തും പുള്ളിക്കാരി ഹാപ്പിയായി. ഇനി സമരം പ്രഖ്യാപിച്ചാൽ ഡയറി മിൽക്ക് ആർച്ചയുടെ വായിൽ പോകുന്ന അനുഭവം കൊണ്ട് കുട്ടിക്കറിയാം. ഹാളിരിക്കുന്ന പത്മ വാപത്തി ചിരിച്ചു. ആർച്ച കണ്ണ് ചിമ്മി ചിരിച്ച് മുകളിലേക്ക് കയറി. റൂം തുറന്ന് കയറുമ്പോൾ തന്നെ ബെഡിൽ കാലുമാട്ടി കിടക്കുന്ന ഭരതനെ കണ്ട് നട്ടുംപുറം നോക്കിയൊന്ന് കൊടുത്തു. വിവാഹം കഴിഞ്ഞ് 2ാം വർഷമാണ്. കൊണ്ടും കൊടുത്തും തമ്മിൽ സ്നേഹിച്ചും ഒന്നു ചേർന്ന് രണ്ടുപേരും വിജയകരമായി മുന്നേറുന്നു. ഭരത് ചാടി എഴുന്നേറ്റു. ആർച്ചയെ കണ്ടതാവും പല്ലിളിച്ച്.
അടിയുടെ ഉറവിടം എന്തായിരുന്നു പിന്നെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കുഞ്ഞിരാമോ തരോട്ടോ. ആർച്ച തലയിണ വലിച്ചെടുത്തു. അയ്യോ മുത്തേ, ഒരു കയ്യബദ്ധം. ഭരത് ചാടി മറുവശത്ത് ഇറങ്ങി. ടോം ആൻഡ് ജെറി പോലെ അരമണിക്കൂർ ഓട്ടവും കിട്ടിയില്ലെന്നുള്ള മട്ടിൽ അടിയിൽ നിന്നുള്ള വിദഗ്ധമായ ഒഴിഞ്ഞു മാറ്റലും. ഹൈഷ്, ജെറി പോലും ഇങ്ങനെ രക്ഷപ്പെടില്ല. മതി, ഇനി ഓടിയാലേ നാളെ ട്രിപ്പ് പോകാനേ എന്റെ ഡെഡ് ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ. കിതച്ചുകൊണ്ട് പറയുന്ന ഭരത്തിന് ആർച്ച പുരികം പൊക്കി നോക്കി. ഹിമാലയം ഈണത്തിൽ പറഞ്ഞെടുക്കുന്നുണ്ട്. ആർച്ചയ്ക്ക് ചിരി വന്നു. കുറെ നാളായി, അല്ല വർഷങ്ങളായി പ്ലാൻ ചെയ്യുന്നതാണ്. എന്നും ഓരോ തടസ്സങ്ങളുണ്ടാവും. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. വലിയ താല്പര്യം മുഖത്ത് കാണിക്കാതെ ആർച്ച വാഷ്റൂമിൽ കയറി. ഉള്ളിൽ സന്തോഷം നിറഞ്ഞു കവിഞ്ഞപ്പോൾ 2 ചാട്ടം ചാടി അങ്ങ് തീർത്തു. രാവിലെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കൃഷ്ണകുമാർ ആർച്ചയുടെ അടുത്തേക്ക് വന്നു. സത്യം പറ, നീ അച്ചമ്മയുടെ ആധാരം അടിച്ചു മാറ്റിയോ? അവള് വാപതി ചിരിച്ചു. അച്ഛമ്മയെ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതിനിടയിൽ നൈസായിട്ട് ഞാൻ കാര്യം പറഞ്ഞു. അച്ഛമ്മ അതിങ്ങ് തന്നേന്നേ. കൃഷ്ണകുമാറിന്റെ കവിളിൽ പിടിച്ചു വലിച്ച് അവൾ പറഞ്ഞു. കൃഷ്ണകുമാർ കണ്ണു തള്ളി നിന്നു. പുറകിലിരുന്ന് ഗെയിം കളിക്കുന്ന അച്ഛമ്മയെ നോക്കി. ശരിക്കും ഇവിടുത്തെടുത്ത് പണയം വെച്ചോ? വിശ്വസിക്കാൻ പറ്റില്ലേ. കോമഡി പ്രോഗ്രാം കണ്ടുകൊണ്ട് ആർച്ചയുടെ കട്ട ഫാനാണ് അച്ചമ്മ. ആർച്ച പറഞ്ഞ അച്ചമ്മ വേണേ തലകുത്തിക്കും. പിന്നെ ആധാരം അവനെ കൊല്ലടാ, ഇവനെ കൊല്ല്. പുറകിൽ ഒരുത്തൻ. ചവിട്ടി മറിക്ക്, തോക്കെടുക്ക്, ബോംബിട്. ഏത് ഗെയിമാണോ എന്തോ. കാലനക്കാൻ വയ്യാതെ കിടന്ന പാർച്ചയാണ് ഫോൺ കൊടുത്ത് എല്ലാം പഠിപ്പിച്ച്. റീൽസ് ഉൾപ്പെടെ എല്ലാം ചെയ്തപ്പോൾ യൂത്തന്മാർക്ക് വരെ എതിരാളിയായി വളരുന്നുണ്ട്. എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. കൃഷ്ണകുമാർ നെടുവീർപ്പെട്ടു. ഒന്നും പറയാൻ പറ്റില്ല. ആരും വഴിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ജയശ്രീയുടെ മുന്നറിയിപ്പ് കിട്ടിയതും ആർച്ച് ദയനീയമായി നോക്കി. ഗ്രീഷ്മയും ശരത്തും ചിരി അടക്കി പിടിച്ച് നിന്നു. പത്മാവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. രാമചന്ദ്രൻ ഗേറ്റിനടുത്ത് നിൽക്കുന്നുണ്ട്. 2 പേരും പോകുന്നതുകൊണ്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പത്രം വന്നില്ല, അത് നോക്കി നിൽക്കുന്ന. പ്രശ്നങ്ങളില്ല, എന്ത് രസം ഈ അമ്മ. അവൾ തലചൊറിഞ്ഞു. മനസ്സിലുള്ള കൃത്യമായി പഠിച്ചെടുത്ത പോലെ ജയശ്രീ അവൾ നോക്കിയൊന്ന് കണ്ണുരുട്ടി. ചുണ്ടുകൂർപ്പിച്ചൊരു ഉമ്മ കൊടുത്ത് ആർച്ച ബുള്ളറ്റിന്റെ പുറകിലേക്ക് കയറി. ശരത്ത് അവന്റെ അടുത്തേക്ക് വന്ന് ചുമലിലും തട്ടി. സൂക്ഷിച്ചു പോണം കേട്ടോ. ഇരുന്ന ഇരിപ്പിൽ തന്നെ ഭരത് അവനെ ചുറ്റിപ്പിടിച്ചു. എല്ലാവരെയും കൈവീശി കാണിച്ച് അവൻ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. രാവിലെയുള്ള തണുപ്പിൽ നിന്ന് രക്ഷ നേടാനെന്നോണം ആർച്ച ഭരത്തിനോട് ചേർന്നിരുന്ന് അവന്റെ പുറത്തേക്ക് തലചായ്ച്ചു. ഭരത് നേരത്തെ ചിരിയോടെ അവളുടെ കയ്യിൽ കൈകോർത്തു. ആർച്ച ഒരു ചിരിയോടെ മിഴികൾ പൂട്ടി. ഈ തണുപ്പ് സഹിക്കാൻ വയ്യാത്ത നീയാണോ ഹിമാലയം വരെ പോകുന്നത്? ഓരൊറ്റ ചോദ്യത്തിൽ ആർച്ചയുടെ അഭിമാനം സടകുടഞ്ഞ് എഴുന്നേറ്റു. കൈ വലിച്ചെടുത്തൊരു ഗ്യാപ്പ് വല്ലവിധേനയും ഉണ്ടാക്കി. ഭരത് ചിരിയടക്കി. അതെ, കൂടുതൽ സംസാരിക്കേണ്ട. ഞാനില്ലേ ഉണ്ണിയാർച്ചുണ്ടാവില്ലെന്ന് ഓർത്ത് എല്ലാവരും കൊള്ളാം. അടിക്കുമ്പോൾ മർമ്മം നോക്കി അടിക്കണമെന്നാണല്ലോ. അതൊരു നഗ്ന സത്യം മാത്രമായതുകൊണ്ട് കുഞ്ഞിരാമൻ വാപൂട്ടി മിണ്ടാതിരുന്നു. ഇനി അങ്ങോട്ട് കൊടുക്കാനുള്ള പണികൾ കണക്കൂട്ടിയിരിക്കുന്ന ആർച്ചയും അതേ ചിന്തയിൽ വണ്ടി ഓടിക്കുന്ന ഭരത്തിനെയും കണ്ട് ദേവി താടിയിൽ കൈ കൊടുത്തിരുന്നു. തിരിച്ചു വരുമ്പോ ഹിമാലയം ബാക്കി ഉണ്ടായാ മതിയായിരുന്നു എന്റെ മഹാദേവാ. മഹാദേവനെ വിളിച്ച് ദേവി കാര്യമായി പ്രാർത്ഥിച്ചു. എന്താവോ എന്തോ. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഉണ്ണിയാർച്ചയും കുഞ്ഞിരാമനെയും നെഞ്ചിലേറ്റി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം തൊട്ട നന്ദി.